ഉണ്ടാകട്ടെ. എൻ്റെ പേര് സിനി. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. സെൻറ്റ് തോമസ് ചർച്ചിയുടെ അംഗമാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 മെയ്യിലാണ്. അപ്പം ഞാനിവിടെ ഈ പള്ളിയിൽ വന്ന് ഒത്തിരി ആവശ്യങ്ങളുമായിട്ടാണ് ഞാൻ പള്ളിയിലോട്ട് വന്നത്. അപ്പം ഞാൻ ആ സമയത്ത് കൊറോണ സീസൺ ആയതുകൊണ്ട് ഞാനിങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്തപ്പം അതിനകത്ത് അച്ഛൻ്റെ സാക്ഷ്യങ്ങളും അച്ഛൻ പറഞ്ഞ ധ്യാനങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനം എന്ന അൽത്താരയും പള്ളിയും എനിക്ക് പരിചയമായത്. അന്ന് തൊട്ട് എനിക്ക് തോന്നി ഉടമ്പടി ഒന്ന് എടുത്താൽ കൊള്ളാം എന്ന് വിചാരിച്ച അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യമായിട്ട് വെച്ചത് എൻ്റെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങളൊന്ന് മാറിക്കിട്ടാനായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് 60 നിയോഗങ്ങളുണ്ട്. എന്നാലും 6 നിയോഗങ്ങൾ വെച്ച് ഞാനിവിടെ ഉടമ്പടി എടുത്തു. ആദ്യമായി എനിക്ക് എൻ്റെ സാധ്യം വെച്ചത് എൻ്റെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ ആദ്യമായി മാറിക്കിട്ടി. പിന്നെ ഞാനൊരു നേഴ്സാണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഒരു യൂറോപ്യൻ രാജ്യത്തിൽ പോയി എനിക്കൊന്ന് സെറ്റ് ആവണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു 2022 തൊട്ട്. അങ്ങനെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ഒരു 4 ഉടമ്പടി ഞാൻ പുതുക്കി അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, ഒരുങ്ങി. പക്ഷേ എനിക്ക് ന്യൂസിലൻഡ് എന്ന സ്ഥലത്തോട്ട് പോകാൻ ഒരു കാരണവശാലും പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് അവസാനം കരഞ്ഞ് ഞാൻ മാതാവിനോട് 4ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി എനിക്കൊരു ഉടമ്പടി പുതുക്കിയിട്ട് എനിക്കിനി ഈ ഒരു സ്ഥലത്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ ഇനി ഞാൻ ആ ഒരു സ്ഥലത്തേക്കുള്ള പോക്ക് ഞാൻ അവസാനിപ്പിക്കും. അതുപോലെ തന്നെ ഞാൻ ഇനി ഉടമ്പടി പുതുക്കുകയില്ല എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. ഞാനങ്ങനെ അത് പറഞ്ഞു. എനിക്ക് ഞാനത് ആ ഒരു സമയത്തും എനിക്ക് ആ ന്യൂസിലൻഡ് എന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ട കാര്യങ്ങൾ സാധിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയൊക്കെ അങ്ങ് മടക്കി വേണ്ടാന്ന് വെച്ചു. ഇനിയും പ്രാർത്ഥിക്കും എങ്കിലും ഉടമ്പടിയോടെ എനിക്ക് അത്ര ഒരു താല്പര്യമില്ലാതെ ആയിപ്പോയി. കാരണം ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല. ബാക്കി ഞാൻ ആർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നോ അവരുടെ എല്ലാം കാര്യങ്ങൾ നടക്കുന്നു. ആ സമയത്ത് എൻ്റെ കൂടെ OET എഴുതിയ പിള്ളേർ അവരെല്ലാം പല സ്ഥലത്ത് പോയി, ന്യൂസിലൻഡിൽ പോയി. അവിടേക്ക് ആ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. പക്ഷേ എനിക്ക് മാത്രം ന്യൂസിലൻഡ് സ്ഥലത്തോട്ട് പോകാനേ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി എല്ലാം വേണ്ടെന്ന് വെച്ചു. എല്ലാം നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് തോന്നി, എന്നാൽ വേണ്ട, എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, എന്നാൽ നമുക്ക് UK പോവാം. അങ്ങനെ ഒരു താല്പര്യമില്ലാതെ ഒരു നാട്ടിലോട്ട് ഞാൻ ഒരു 2 മാസത്തിനുള്ളിൽ ഞാൻ UK ചെന്നു. അവിടെ ചെന്ന് ഉടമ്പടിയും കാര്യങ്ങളെല്ലാം ഞാൻ മറന്നു. സാധാരണ എൻ്റെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ 2024 ഓഗസ്റ്റ് ആയപ്പം മെയ് ആയപ്പോൾ ഞാൻ നാട്ടിൽ വന്നു. കാരണം എൻ്റെ കൊച്ചിൻ്റെ ആദ്യ കുർബാനയായിരുന്നു. ഞാൻ നാട്ടിൽ വന്ന് തിരിച്ചു കഴിഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും പതിവില്ലാതെ പുള്ളി എന്നോട് ചോദിച്ചു, നീ എല്ലാ പള്ളിയിലും ധ്യാനത്തിന് പോയും പ്രാർത്ഥിക്കാൻ പോയി, നേർച്ചയൊക്കെ കഴിക്കാൻ പോയി, നീ എന്തുകൊണ്ട് കൃപാസനത്തിലോട്ട് പോകുന്നില്ല? ഞാനപ്പം പറഞ്ഞു, കൃപാസനത്തിൽ പോകണം. എന്നാലും എൻ്റെ മനസ്സിൽ പോകണം. എന്നാലും പുള്ളി പറഞ്ഞതല്ലേ, എന്നാൽ ശരി. ഞാനും ഇവിടെ വന്നു, ഈ പള്ളിയിലിരുന്നു. അവസാനം അവിടെ ഇരുന്ന് മാതാവിൻ്റെ മുഖത്തൊക്കെ ഞാനൊന്ന് ചിരിച്ചിട്ട് ചോദിച്ചു, അമ്മേ, ഇനി ഞാനൊരു ഉടമ്പടി പുതുക്കണമെങ്കിലോ ഞാൻ ഈ പള്ളിയിലോട്ട് വരണമെങ്കിലോ എനിക്കും അവിടെ UK ഒരു നേഴ്സായിട്ട് ഒരു NHS ജോലി കിട്ടുവാണെങ്കിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കാം എന്ന് അമ്മയുടെ മുഖത്തൊക്കെ ചിരിച്ച് ഞാൻ അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി. ഞാൻ UK തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി. കാരണം ഞാൻ അന്ന് ന്യൂസിലൻഡ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ന്യൂസിലാൻഡിൽ പോയായിരുന്നെങ്കിൽ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ജോലി കിട്ടത്തില്ലായിരുന്നു. ഞാനൊരു 20 ലക്ഷം രൂപ നാട്ടിൽ നിന്ന് മേടിച്ച് കടമൊക്കെ മേടിച്ച് നാട്ടിൽ ചെന്ന് അവിടെ ചെന്ന് ജോലിയില്ലാതെ ഞാൻ തിരിച്ചു വരുമായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്ത പിള്ളേരും അതുപോലെ തന്നെ എൻ്റെ കൂടെ കസിൻസ് എല്ലാം അവിടെ പോയി ജോലിയില്ലാതെ തിരിച്ചു വരുന്ന സമയത്ത് പരിശുദ്ധ ദൈവമാതാവും ഈശോയും എന്നെ കരുതിയെന്ന് വേണം പറയാൻ. എനിക്ക് ആ സ്ഥലത്തേക്ക് പരിശുദ്ധ അമ്മ എന്നെ വിട്ടില്ല. അതാണ് സത്യം. കാരണം എനിക്ക് തടസ്സങ്ങൾ തന്ന് എനിക്ക് വേണ്ട സ്ഥലത്ത് പരിശുദ്ധ അമ്മ എന്നെ എത്തിച്ചു. അത് UK ആയിരുന്നു. ഞാനവിടെ ചെന്നു. അവിടെ വേണ്ട എക്സാമുകളെല്ലാം OSCE എഴുതി, CBT എഴുതി. അതിനിടയ്ക്ക് PIN നമ്പർ കിട്ടി. ഞാൻ നാട്ടിൽ വന്ന് തിരിച്ചു വന്ന ശേഷം ഞാൻ പെട്ടെന്ന് എനിക്ക് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലൊരു വിഷമം. ഞാൻ പെട്ടെന്ന് ബൈബിൾ എടുത്ത്, ഞാൻ പല പ്രാവശ്യം ബൈബിൾ കംപ്ലീറ്റായി വായിച്ചിട്ടുണ്ട്. എങ്കിലും ബൈബിൾ എടുത്ത് ഞാൻ പെട്ടെന്ന് തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വചനം, കൃപാസനത്തിലേക്ക് വരിക, നിൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുമെന്നാണ്. പെട്ടെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമായി. ഞാൻ പെട്ടെന്ന് സാക്ഷ്യങ്ങളൊക്കെ കേട്ടു. പെട്ടെന്ന് എനിക്ക് തോന്നി, ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്താൽ എന്താ? ഞാൻ പെട്ടെന്ന് നല്ല വിശുദ്ധിയോടുകൂടെ കുമ്പസാരിച്ച് ഒരുങ്ങി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു.
അതിനകത്ത് 6 നിയോഗങ്ങൾ വെച്ചു. പക്ഷേ ഈ 6 നിയോഗങ്ങൾ ഇന്ന് സത്യത്തിൽ എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്താ വെച്ചതെന്നുള്ളത്. ആ നിയോഗങ്ങളിൽ വെച്ചത് ഞാൻ അവിടെ വെച്ച് ഞാനത് മറന്നു. പക്ഷേ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഒരു 3 മാസത്തെ ഉടമ്പടി നിയോഗങ്ങളും ഉടമ്പടി ദൈവം എന്താണോ ഈ പരിശുദ്ധ അൾത്താരയിൽ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ എനിക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമെന്നോ എന്ന് മാത്രമാണ് ചിന്തിച്ചത്. എനിക്ക് ഡ്യൂട്ടി ഇല്ലാത്ത സമയങ്ങൾ ഞാൻ കുമ്പസാരിക്കാനും കുർബാനയ്ക്ക് പോകാനും എല്ലാ ദിവസവും കൂടുതൽ എഫേർട്ട് എടുത്ത് ഞാൻ പള്ളിയിൽ പോയി കാര്യപ്രവർത്തനങ്ങളെല്ലാം കൂടെ ചെയ്യാൻ കൂടി. പിന്നെ അങ്ങനെ എന്നെ തന്നെ ഞാൻ വിശുദ്ധീകരിച്ചു. ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ മറന്നു. എനിക്ക് ജോലി കിട്ടിയാലും ജോലി കിട്ടിയില്ലെങ്കിലും പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് വേണ്ടി എന്താണോ കരുതിയത് അത് എനിക്ക് മതിയെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് എനിക്ക് UK പിൻ നമ്പർ, ഒരു നേഴ്സായി വർക്ക് ചെയ്യാനുള്ള പിൻ നമ്പർ കിട്ടി. അതുകൂടെ തന്നെ ഞാനപ്പം ഒരു ദിവസം ഒരു സാക്ഷ്യം കേട്ടു. ഒരമ്മ പറയുന്ന സാക്ഷ്യമാണ്. ആ അമ്മയുടെ മകൾക്ക് വേണ്ടി അമ്മ ഒരു ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചു. അമ്മയ്ക്ക് ആ മോൾക്ക് ഒരു 3 ഇൻ്റർവ്യൂ കിട്ടണം. ആ 3 ഇൻ്റർവ്യൂ സെലക്റ്റായി അമ്മ കൊടുക്കണം. അപ്പം ഞാനത് കേട്ടപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് കൊള്ളാലോ. അപ്പം ഞാൻ എന്നിട്ട് പറഞ്ഞു, അമ്മേ എനിക്കും വേണം ഒരു 3 ഇൻ്റർവ്യൂ. അതിൽ നിന്ന് ഒരു 3-ൽ ഒരെണ്ണം അമ്മ എനിക്ക് സെലക്ട് ചെയ്യണം. ഇന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് UK ജോലി കിട്ടുക, ഒരു ഇൻ്റർവ്യൂ കിട്ടുക, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്കൊരു 100-ൽ ഒരു 10% പോലും ഇപ്പം സാഹചര്യം കുറഞ്ഞിരിക്കുക. ഒരു 150 ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ കിട്ടിയാലായി, അത് കിട്ടിയില്ലായി. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് ദൈവമാതാവ് എനിക്ക് 3 ഇൻ്റർവ്യൂ ഒരു മാസത്തിനുള്ളിൽ ജനുവരിയിൽ 2026 ഞാൻ 3 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിനകത്ത് ആദ്യത്തെ ഇൻ്റർവ്യൂ ഞാൻ പോയി, ഒരു ഇതുമില്ലാതെ ഞാൻ പോയി. അമ്മയുടെ ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ വിശുദ്ധ തൈലം വെച്ച് കുരിശ് വരച്ച് ഉപ്പ് ഞാൻ ഹോസ്പിറ്റലിലെ വാതിക്കൽ കൊണ്ടിട്ടിട്ട് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ നിനക്കും നിൻ്റെ പുത്രനും ഈ ഒരു ഹോസ്പിറ്റൽ എനിക്ക് നൽകാൻ ഇഷ്ടമാണെങ്കിൽ നീ എനിക്കിവിടെ തരണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. ഞാൻ അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, തിരിച്ചു വന്നു. എനിക്ക് കിട്ടിയല്ലോ എന്ന് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. ഞാൻ ഹാപ്പി ആയിട്ട് ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് തിരിച്ചു വന്നു. 4 മണിയായപ്പോൾ അവരെന്നെ വിളിച്ചു പറഞ്ഞു, സിനി ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സക്സസ് ആയി എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് കറക്റ്റ് 1 മന്തിനുള്ളിൽ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനും ഇന്ന് ഞാനിവിടെ COSുമായിട്ടാണ് നിൽക്കുന്നത്. ഈവൻ COS അവിടെ UK അപ്ലൈ ചെയ്യുന്നതിലും 1 മാസം കഴിയാതെ COS കൈ കിട്ടത്തില്ല. 10 ദിവസത്തിനുള്ളിൽ പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ എനിക്ക് COS തന്നു. ഞാൻ ഈ ഒരു സാക്ഷ്യം പറയാനും എനിക്ക് ഉടമ്പടി പുതുക്കാനുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഉടമ്പടി പുതുക്കി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചുപോയി വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യും. ഇതാണ് പരിശുദ്ധ അമ്മ എനിക്ക് ആദ്യം തന്ന ഏറ്റവും വലിയ തടസ്സങ്ങളിലൂടെ നൽകിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഇതാണ് എനിക്ക് നൽകിയത്. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഒരു വീട് വേണമെന്നുള്ളത്. അപ്പം അവർക്ക് കുറച്ച് സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു. ഞാൻ പഴയ ഉടമ്പടിയിൽ വെച്ചു, അമ്മേ അവരുടെ കടബാധ്യതകൾ മാറ്റി കൊടുക്കണേ. അന്ന് ഞാൻ നാട്ടിലായിരുന്നു, എനിക്ക് അനിയത്തിയുണ്ട്, അവളും നാട്ടിലായിരുന്നു. 2 പെൺപിള്ളേരാണ്. അവരെ എങ്ങനെ സഹായിക്കണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത്ഭുതകരമായി എൻ്റെ മമ്മിക്ക് അവരുടെ ഒരു പ്രോപ്പർട്ടിയിൽ ഒരിക്കലും കൊടുക്കാത്ത ഒരു വീതം അവർക്ക് കൊടുത്ത അവരുടെ തടസ്സങ്ങൾ പരിശുദ്ധ അമ്മ നൽകി അനുഗ്രഹിച്ചു. അപ്പം ഈ ഒരു വലിയ അനുഗ്രഹം പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ തന്നതിന് ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തതെന്ന് പറയുന്നത്, ഞാൻ UK ആയതുകൊണ്ട് എനിക്ക് ഒത്തിരിയേറെ കാരുണ്യ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യാൻ പരിമിതികളുള്ളത് കൊണ്ട് എനിക്ക് അറിയാവുന്ന ഒരു ആൾ അരയ്ക്ക് കീഴ്പ്പെട്ട് പുള്ളി തളർന്നു കിടക്കുവാണ്. ഒരു കൊച്ചാണ്, 29 വയസ്സ് 30 വയസ്സേ ഉള്ളൂ. അപ്പം അവന് വേണ്ട കാര്യങ്ങൾക്ക് മരുന്ന് മേടിക്കാനുള്ള എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ എല്ലാ മാസവും അവന് അന്ന് തൊട്ട് ഞാൻ അവന് ഇന്ന് വരെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ആരെങ്കിലും എവിടെയെങ്കിലും ഞാനൊരു വയ്യ എന്ന് കാണുവാണെങ്കിൽ അവർക്ക് സഹായം ചെയ്യും. ഹസ്ബൻഡിനോടാണേലും അനാഥ മന്ദിരത്തിൽ പോയി അവർ ആർക്കെങ്കിലും സഹായം ചെയ്യാനാണെങ്കിൽ പുള്ളിക്കാരനോട് പറഞ്ഞ് പുള്ളിക്കാരനത് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലുപരി എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കാനും ഏറ്റവും കൂടുതൽ ദൈവത്തോട് അടുത്ത് ജീവിക്കാനും എനിക്ക് പരിശുദ്ധ അമ്മ ഒരു അനുഗ്രഹം തന്നു. ഇപ്പം ഞാൻ ഒരിക്കലും ഈ ഒരു ഉടമ്പടി ഞാൻ പുതുക്കി. എനിക്ക് പ്രത്യേകിച്ച് എഴുതാൻ വേണ്ടിയിട്ട് ഒരു നിയോഗങ്ങളും ഇല്ല, ഒരു ആഗ്രഹങ്ങളും ഇല്ല. ഞാൻ ആകെ വെച്ചത് എൻ്റെ കുടുംബത്തെയും എനിക്കറിയാവുന്നവരെയും ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെയെല്ലാം വിശുദ്ധിയോടുകൂടെ വളർത്തണമെന്ന ഒരു നിയോഗം മാത്രമേ എനിക്കുള്ളൂ. കാരണം എനിക്കറിയാം ഈ പരിശുദ്ധ അമ്മയുടെ മണ്ണിൽ ചവിട്ടി നിൽക്കുവാണെങ്കിൽ ഉറപ്പായും അവരുടെ കാര്യങ്ങളെല്ലാം സാധിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട്. അതുപോലെ എന്നെപ്പോലെ ഒത്തിരി നേഴ്സുമാർ വിദൂര സ്ഥലങ്ങളിൽ ജോലിയില്ലാതെയും അതുപോലെ നാട്ടിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. ആരും ഇതുവേണ്ടി വിഷമിക്കേണ്ട. ഈ പരിശുദ്ധ അമ്മയുടെ മുന്നിൽ വന്ന് നിന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ തടസ്സങ്ങൾ ദൈവം അത് അനുഗ്രഹമാക്കി മാറ്റും. എനിക്ക് തന്ന ഇത്രയും വലിയ അനുഗ്രഹങ്ങൾക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരു കോടി നന്ദി പറയുന്നു. ആമേൻ.
ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 2-ാം തിരുവചനം. അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. സിനി എന്ന മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് സിനി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നമ്മോട് പങ്കുവച്ചത്. തികച്ചും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ, ഉടമ്പടി അടിസ്ഥാനത്തിലാണ് ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഇവിടെ ഏറ്റുപറയുന്നത്. കാരണം ന്യൂസിലൻഡിൽ പോകാനായി വളരെയധികം ആഗ്രഹിച്ച മകളെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ പരിശുദ്ധ അമ്മ വഴിതിരിച്ചുവിട്ടത് UK-യിലേക്കാണ്. എന്തെല്ലാം യോഗ്യതകൾ ഉണ്ടായാലും നമുക്ക് കൃപയില്ലെങ്കിൽ പരിശുദ്ധ അമ്മയോട് യാചിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതേ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുകയുള്ളൂ. നമുക്കറിയാം, നാം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുന്നതാണ് ഉടമ്പടി എന്ന പ്രാർത്ഥന. അടിയുറച്ച വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടി നാം ദൈവത്തെ അന്വേഷിക്കുന്നതും ദൈവത്തെ സ്നേഹിക്കുന്നതും ദൈവത്തിനു വേണ്ടി സേവനം ചെയ്യുന്നതുമാണ്. ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ് ഉടമ്പടി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ന്യൂസിലാൻഡിൽ പോകാൻ ആഗ്രഹിച്ചു, പക്ഷേ മാതാവ് തിരിച്ചുവിട്ടത് ഉടമ്പടിയിൽ വളരെ ശക്തമായി പ്രാർത്ഥിച്ചെങ്കിലും അതിനൊരു ഉത്തരം ലഭിക്കാതെ വന്നപ്പോൾ സിനി ഇവിടെ വന്ന് മാതാവിനെ പേടിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് മാതാവിനോട് പറഞ്ഞൊരു ചലഞ്ചിങ് വാക്കായിരുന്നു, ഇനി എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ, എനിക്ക് വിസ തന്നില്ലെങ്കിൽ ഞാൻ ഉടമ്പടി പുതുക്കില്ല. നമുക്ക് വളരെ ഫണ്ണിയായി തോന്നും. കാരണം ഈശോ ഒരു മറുപടി ചോദ്യം നമ്മോട് ചോദിക്കുകയാണെങ്കിൽ നാം പെട്ടുപോകുന്ന ഒരവസ്ഥയിലാണ്. ഞാൻ നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുകയും പരിപാലിക്കുകയും എല്ലാം ചെയ്ത് ജോസഫ് അച്ഛൻ പറയുന്ന പോലെ നിന്നെക്കൊണ്ട് എനിക്ക് എന്തുപകാരം എന്ന് ചോദിച്ചാൽ നമ്മൾ ആ ചോദ്യത്തിന് മുമ്പിൽ നമുക്ക് വാപ്പൊത്തേണ്ടി വരും. നമ്മുടെ ഉടമ്പടി കൃത്യമായി അതിനുശേഷം സിനി വളരെ ആത്മാർത്ഥമായി ഉടമ്പടി ഈശോയെ സ്നേഹിക്കുവാൻ പഠിച്ചു. ഈശോയെ വളരെയധികം ആത്മാർത്ഥമായി ഏറ്റെടുത്ത് എൻ്റെ ജീവിതം ഇനി നിത്യതയിലേക്കാണ്, ഇനി എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, എൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തും ഈശോ എനിക്ക് നൽകുന്നുണ്ട്. അങ്ങനെ ഈശോയും സിനിയുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷൻ വളരെ ഫാസ്റ്റായി. അവിടെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഉടമ്പടി പെട്രോൾ കത്തുന്നത് പോലെ കത്താൻ തുടങ്ങി. പരിശുദ്ധ അമ്മയോട് ആരെല്ലാം മാധ്യസ്ഥം അപേക്ഷിച്ച് വളരെ സ്നേഹപൂർവ്വം ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നാം എന്തു തന്നെ ചോദിച്ചാലും ഈശോ നമുക്ക് നൽകും എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ സിനി ചോദിച്ചൊരു കാര്യമാണ്, എനിക്ക് 3 ഇൻ്റർവ്യൂ UK-യിലേക്ക് പോകാനായിട്ട് തരണം. അതൊരു അടയാളമായി സിനി മനസ്സിലാക്കി. അങ്ങനെ ആ വലിയൊരു ആഗ്രഹം ഈ മകൾക്ക് സാധിക്കുകയും ചെയ്തു. ഇന്ന് സിനി പറയുന്ന വലിയൊരു അഷ്വറൻസാണ്, ഈശോയെ അങ്ങേ വിട്ട് ഞാൻ ഒരിക്കലും എവിടെയും പോവുകയില്ല. അങ്ങ് മാത്രമാണ് ഈ ലോകത്തിൻ്റെ രക്ഷകൻ. ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ രക്ഷയ്ക്കായി ഒരു നാമം മാത്രമേ ഉള്ളൂ, അത് ഈശോ ആണെന്ന് ഏറ്റുപറയാനുള്ളൊരു വലിയ ചങ്കൂറ്റം ഈ ഉടമ്പടി ജീവിതത്തിലൂടെ തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ സിനിക്ക് ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ദൈവസ്നേഹത്തിലൂടെ ഈശോയെ പ്രഖ്യാപിക്കുവാനും വിശ്വാസ കൈമാറ്റം നടത്തുവാനുമുള്ള ശക്തിക്കായി കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സിനിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ നിയോഗങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.